സിനിമ എന്ന ദൃശ്യമാധ്യമത്തിൽ എത്രമാത്രം ഒരു സൗണ്ട് എഞ്ചിനീയർ ഇടപെടൽ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് സിനിമയിൽ ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ദൗത്യം? നമുക്കൊരു സൗണ്ട് എഞ്ചിനീയർ അടുത്തേക്ക് ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിലേക്ക് വന്നതാണ്. ഒന്ന് പുള്ളിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വിഷ്ണു, ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നതാണേ. സൗണ്ട് എഞ്ചിനീയർ എന്ത് പണിയാണ് സിനിമയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു സൗണ്ട് എഞ്ചിനീയർ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ? പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്കെന്ന് വെച്ചാൽ ഒരു സൗണ്ട് ഡിസൈനർ അല്ലെങ്കിൽ ഒരു സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ, അപ്പോൾ പലതരത്തിൽ പോസ്റ്റുകളുണ്ട്. ഈവൻ ഫോളി മാച്ചിങ്ങിനും സൗണ്ട് എഡിറ്റേഴ്സും ഉൾപ്പെടെയുണ്ട് ഇതിനകത്ത്. നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ഒരു ഡബ്ബിംഗ് പടത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഈവൻ പൈലറ്റ് ട്രാക്കിന് മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്യണം പ്രോപ്പർലി. അതിനെ ചിലപ്പോൾ ഇപ്പോൾ ഡുവൽ മേക്കിംഗ് ഒക്കെ വെച്ചിട്ട് അത് ഫേസ് മാച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡുവൽ മേക്കിങ്ങിലൊക്കെ ഡബ്ബിങ് ചെയ്യാറുണ്ട് ചില മൂവികൾക്ക്. അപ്പോൾ അതുപോലെ നമുക്ക് പ്രോപ്പർലി ഡബ് ചെയ്തെടുത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആണ് നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ അതിനെപോലെ ഈ ഫേസ് മാച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എക്സാക്ട് സിങ്കിൽ നമുക്ക് 24 ഫ്രെയിം റേറ്റ് ആയിരിക്കും വരും നമ്മുടെ തിയേറ്റർ മൂവീസ് ആണെന്ന സമയത്ത്. അതുപോലെ സാധനത്തിന് നമ്മൾ ആ 24 ഫ്രെയിം റേറ്റിൽ തന്നെ ഈ ഡുവൽ ട്രാക്കിനെയൊക്കെ ഫേസ് മാച്ചൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത് നമ്മളെടുത്ത് ഡബ് ട്രാക്കിനെ നമ്മൾ ഫൈനൽ കട്ടിന് വേണ്ടി അയച്ചു കൊടുക്കും. നമ്മൾ ഡബ് ഔട്ട് കൊടുത്തിട്ട് ദെൻ ഫൈനൽ ഔട്ടിൽ നമുക്ക് തിരിച്ചു വരുന്ന സാധനത്തിന് നമുക്ക് ചെറിയ ട്രിംസ് ഒക്കെ വരും. അതിനെ നമ്മൾ ട്രിം ചെയ്യേണ്ടതല്ല, നമ്മളതിനെ സിങ്ക് ചെയ്യേണ്ടതൊക്കെ വരും. ഡബ് ഔട്ട് വീഡിയോയും ഡബ്ബിംഗ് വീഡിയോയും അതേപോലെ ഫൈനൽ വീഡിയോയും തമ്മിൽ ചെറിയ ഫ്രെയിമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, ചില സിങ്ക് ഔട്ടൊക്കെ വരും. അപ്പോൾ നമ്മളത് സിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് പ്രോപ്പർലി സിങ്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് പ്രോഗ്രാമർ നമുക്കൊരു മ്യൂസിക് ട്രാക്കിന് സെയിം വീഡിയോ അവർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വരുന്ന മ്യൂസിക് ഡയറക്ടർ എടുത്ത് ഈ സെയിം വീഡിയോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മ്യൂസിക് ചെയ്തിട്ട് അതിൻ്റെ 2 ട്രാക്സ് ബേസിക് ലൈൻ ആദ്യം തരും. ബേസിക് ലൈൻ തന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സൗണ്ട് ഡിസൈൻ വർക്ക്, ഞാനൊരു സൗണ്ട് ഡിസൈനറാണ്. ഞാൻ അതിൻ്റെ ടോട്ടൽ എങ്ങനെ സിനിമയുടെ ശബ്ദം എങ്ങനെ ആവിഷ്കരിക്കാം, എങ്ങനെ സിനിമയും ചലനചിത്രവും ശബ്ദവും തമ്മിൽ നമുക്ക് എങ്ങനെ വിനിയോജിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലും റിയലിസ്റ്റിക് ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നു. അതൊരു സിനിമയ്ക്ക് യഥാർത്ഥമായ ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായൊരു ശബ്ദം നൽകാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. നമുക്ക് വരുന്ന ഈ ട്രാക്സ് ദെൻ ഈ RR തരുന്നു, RR നമുക്ക് മ്യൂസിക് റീറെക്കോർഡിങ് ട്രാക്സ്, BGM, ഇത്തരം ട്രാക്സ് നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ട്രാക്സ് ആയിട്ട് തരും. ആ ട്രാക്സിന് നമ്മൾ വെച്ച് അതുപോലെ സൗണ്ട് ഡിസൈൻ ചെയ്ത്, ഇപ്പം മിക്സിംഗ് എഞ്ചിനീയർ ആയിരിക്കില്ല, സൗണ്ട് ഡിസൈനർ ആയിരിക്കില്ല മിക്സിംഗ് എഞ്ചിനീയർ ആയിട്ടുണ്ടാവുക. മിക്സിംഗ് എഞ്ചിനീയർ വേറെ ആയിരിക്കും, സൗണ്ട് ഡിസൈനർ വേറെ ആയിരിക്കും. അപ്പോൾ സൗണ്ട് ഡിസൈൻ ടു ഓൾ ട്രാക്ക് നമ്മൾ മിക്സിംഗ് എഞ്ചിനീയറുടെ കയ്യിൽ കൊടുക്കുന്നു. ദെൻ മിക്സിംഗ് എഞ്ചിനീയർ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇപ്പോൾ 5.1 ബേസിക് കേസിൽ ദെൻ അറ്റ്മോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രീമിക്സിങ് സെഷനുണ്ട്. അത് നമുക്ക് പ്രീമിക്സ് ചെയ്ത് പ്രോപ്പർലി അതിനെ ട്രാക്കെല്ലാം ചിട്ടപ്പെട്ട് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിനെപോലെ RRനെയും പ്രീമിക്സ് ചെയ്യണം. RR പ്രീമിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഫൈനൽ മിക്സ് ആണ് ഒരു സെഷൻ ഉണ്ടാവുക, ഫൈനൽ മിക്സിംഗ് സെഷൻ. താങ്ക് യു വിഷ്ണു. ഇപ്പോൾ ഏതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ണു? ഇപ്പോൾ ക്രൗര്യം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ വിഷ്ണുവിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വന്നതാണ്. ഓക്കെ, താങ്ക് യു.